ഹലോ. വരുന്നുണ്ടേ. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ. കാണാമോ എന്നെ? ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹലോ പറയാമോ? കലാദേവി. ഓക്കെ. ഹായ് കല, എന്തുണ്ട് വിശേഷങ്ങൾ? ആരെയും കാണുന്നില്ലല്ലോ. എന്നെ കാണാമോ കല? ഒരു തംസപ്പ് ഇടാമോ എന്നെ കാണാമെങ്കിൽ? ഓക്കെ ഓക്കെ. എനിക്ക് കാണത്തില്ല. ഓക്കെ ഓക്കെ. ആദ്യം ഒരു ഗഡ്ബഡായിപ്പോയി, ഇത് കണക്ഷൻ കിട്ടുന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്ന് പാനിക്കായിപ്പോയി. ഓക്കെ. എത്ര പേരുണ്ടെന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കൂട്ടക്ഷരങ്ങൾ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ലൈവിൻ്റെ എനിക്ക് തോന്നുന്നു 5-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. 5-ാമത്തെ ആഴ്ചയുടെ 2-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും ലൈവ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. വേറെ ആരൊക്കെയുണ്ടോ? വന്നവരൊക്കെ ഒരു ഹായ് വിടാവോ? ഇപ്പം ജയശ്രീ ഉണ്ട്, കലാദേവി ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇലക്ഷന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? ഇലക്ഷൻ അല്ല, ഇലക്ഷൻ കൗണ്ടിങ്ങിന്റെ. നിങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെയാണോ വിജയിച്ചത്? ആരെയും കാണുന്നില്ല. അതോ എല്ലാവരും ഇപ്പോഴും ഇലക്ഷന്റെ ചൂടിൽ തന്നെയാണോ? എന്നെ കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഹായ് ജസ്ന. സമയം 12:05. നമുക്ക് പതിയെ ലൈവിലേക്ക് കടക്കാൻ സമയമായി അല്ലേ? പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? ഞാൻ ഇന്ന് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അതായത് ഒന്ന് പാട്ട് സംബന്ധിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ ഇലക്ഷൻ സംബന്ധിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തേത് എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, കേരളം പൊളിയാണ്. അത് തന്നെ, കേരളം പൊളിയാണ്. അപ്പം മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടെഴുത്തായിരിക്കും. അപ്പം നമുക്ക് പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? 3 പേരുടെ റെസ്പോൺസ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എത്ര പേര് ഇതില്? ഓക്കെ. ഹായ് പവിത്ര, ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം നിലവിൽ
കമന്റ്സ് കൊണ്ട് എണ്ണുമ്പോൾ 4 പേരാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഇനി താമസിക്കാതെ. എന്ത് പറയുന്നു? എല്ലാരും ഓക്കെ ആണോ? ഓക്കെ. ഹായ് അശ്വതി. ഓക്കെ, എന്നാ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഞാൻ പറഞ്ഞു 3 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ നമുക്ക് പാട്ടിന്റെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തുടങ്ങാം അല്ലേ? അപ്പൊ ഞാനൊരു പാട്ട് പാടാം. അതിലെ ഒരക്ഷരം മ്യൂട്ട് ആയിരിക്കും. അത് ഏതക്ഷരമാണ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, പാട്ട് ആദ്യത്തേത്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ലലലാല ബിന്ദുവായി തീർന്നു. അതില് ഞാൻ ലലലാല എന്ന് പറഞ്ഞത് അവിടെയുള്ള വാക്ക് ഏതാണെന്ന് നിങ്ങൾ എഴുതണം. പൂരിപ്പിക്കുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ലലലാല ബിന്ദുവായി തീർന്നു. അതില് ലലലാല എന്ന് പറയുന്നത് എന്താണ് എന്നാണ് എഴുതേണ്ടത്. ആരുടെ ആൻസേഴ്സ് വരുന്നില്ല, തീരെ സ്ലോ ആണെന്ന് തോന്നുന്നു. എന്റെ ക്വസ്റ്റ്യൻസ് അങ്ങ് എത്തുന്നില്ലായിരിക്കും അല്ലേ? ഓക്കെ, ഓക്കെ, ശ്രീദേവി വന്നു. ഓക്കെ, ശ്രീദേവി ഉത്തരം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഉത്തരം, സോറി, ഞാനൊരു ഇതെടുത്തോട്ടെ. എന്തായിരുന്നു സോപ്പട്ട? ഞാനൊരു ലൈവിലാ, എനിക്കൊരു 1 മണിക്കൂർ എടുക്കും. സോറി, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. സോറി, ഞാൻ ലൈവിലാ. ഓക്കെ, കള്ളക്കളി എങ്ങനെയാ കള്ളക്കളിയാകുന്നത്? ഓക്കെ, എനിക്ക് ഉത്തരങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ എന്റെ ചോദ്യം അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ഡാഷ് ബിന്ദുവായി തീർന്നു എന്നായിരുന്നു. അപ്പൊ ആ ഡാഷ് എന്താണ്? സാഗര സംഗീതം എന്ന് ജസ്ന ജോസ് എഴുതുന്നു. പവിത്ര പ്രഥമോദ. ജയശ്രീ കള്ളക്കളി എന്ന് എഴുതുന്നു. അതെന്ത് കളിയാ എനിക്ക് മനസ്സിലായില്ല. കാരണം ഓക്കെ, പ്രമഥോദ ബിന്ദു എന്ന് അശ്വതി എഴുതിയിരിക്കുന്നു. അങ്ങനെയല്ല. ഓക്കെ, എനിക്ക് അപ്പൊ ഇതിന്റെ ഉത്തരം പ്രഥമോദ ബിന്ദു എന്നാണ്. അതായത് ആദ്യത്തെ മഴത്തുള്ളി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കോട്ടക്ഷരങ്ങളിൽ തന്നെയുള്ള മെൽവിൻ പോൾ താഞ്ചൻ ഇങ്ങനെ പാട്ടുകൾ ഡെസിഫർ ചെയ്യുന്നതിന്, അത് വിശകലനം ചെയ്യുന്നതിന് ഭയങ്കര മിടുക്കനാണ്. അപ്പൊ പുള്ളി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് വന്നതില് ആദ്യം എനിക്ക് കാണിക്കുന്നത് ശ്രീദേവിയാണ്, പ്രഥമോദ ബിന്ദു. പിന്നെ അടുത്തത് എനിക്ക് ഹരിപുള്ളൂർ എന്നാണ് കാണിക്കുന്നത്, പ്രഥമോദ ബിന്ദു ഹരിപുള്ളൂർ. മൂന്നാമത്തേത് പവിത്ര. അപ്പൊ ഈ 3 പേരുമാണ് ഈ ക്വസ്റ്റ്യന് ആൻസർ പോയിന്റ് അടിച്ചെടുത്തിരിക്കുന്നത്. പ്രഥമോദ ബിന്ദു ശ്രീദേവി, ഹരിപുള്ളൂർ, പവിത്ര ഉണ്ണി. അതിനുശേഷം ജയശ്രീ കള്ളക്കളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം കള്ളക്കളി അല്ലാതുകൊണ്ട് ഞാൻ ജയശ്രീക്ക് മാർക്ക് തരുന്നില്ല, അല്ലെങ്കിൽ തന്നെ അത് താമസിച്ചു വന്നു. ഓക്കെ, ജസ്ന സാഗര സംഗീതമല്ല കേട്ടോ. പ്രഥോമത കലാദേവി, അത് പ്രഥമോദ എന്ന്, പ്രഥമ ഉദ ബിന്ദു എന്നാണ്. അശ്വതി ഉത്തരത്തിനുണ്ട്. ആരോ അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥിയായി വിളിച്ചതാവും. അതെ, അതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ മാർക്സ് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഉശിരൻ ക്വിസ് ഒരു ഉശിരൻ സ്റ്റാർട്ട് തന്നെയായിരുന്നു. പ്രഥമോദ ബിന്ദു എന്നാണ് ആദ്യത്തെ ആൻസർ. അതിനുള്ള ഉത്തരങ്ങൾ 3 പേര് കൃത്യമായിട്ട് പറഞ്ഞു. ശ്രീദേവി, ഹരിപുള്ളൂർ, പവിത്ര.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു ഇലക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് കുറെ ഷോർട്ട് ഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എഴുതുക എന്നുള്ളതാണ് ഈ ഇലക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഉദ്ദേശങ്ങൾ കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സിഇഒ അതിന്റെ ഫുൾ ഫോം. അത് ഇലക്ഷൻ റിലേറ്റഡ് ആണ് കേട്ടോ. സിഇഒ നമ്മൾ സാധാരണ കേൾക്കുന്ന സിഇഒ അല്ല, ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിഇഒയുടെ ഫുൾ ഫോം. സിഇഒ വളരെ എളുപ്പമാണ്. വേഗം വേഗം വന്നോട്ടെ. ബീന നായർ പ്രഥമോദ. അതെ, കറക്റ്റ്. പ്രഥമോദ കറക്റ്റ് ആണ്. പക്ഷേ അതിന്റെ മാർക്ക് അടിച്ചെടുത്തോണ്ട് പോയി വേറെ 3 പേര്. ഓക്കെ, ഉത്തരം വരുന്നുണ്ട്. സിഇഒ ഇലക്ഷൻ ബേസ്ഡ് ആണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, വേഗം വേഗം ഉത്തരം എഴുതിക്കോളൂ. ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഓക്കെ, എല്ലാവർക്കും അതറിയാം അല്ലെ. സിഇഒ ഇലക്ഷൻ റിലേറ്റഡ് സിഇഒ ആരാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അനില മേലാവിയോട് പറഞ്ഞിട്ടുണ്ട്. കലാദേവി, ശ്രീദേവി, ജയശ്രീ, ജസ്ന എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അശ്വതി അച്ചുകുഞ്ഞൻ അതെ, ഓക്കെ. ചീഫ് ഇലക്ഷൻ ഓഫീസർ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്നുള്ളതാണ്. പിന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും തന്നേക്കാം. അപ്പൊ ചീഫ് ഇലക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇലക്ട്രൽ ഓഫീസർ എന്ന് ആദ്യം പറഞ്ഞത് ജസ്ന ജോസ് ആണ്. രണ്ടാമത് ജയശ്രീ ജോൺ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാർ. അപ്പൊ അങ്ങനെ 3 പേരാണ് പോയിന്റ് അടിച്ചെടുത്തിരിക്കുന്നത്. സിഇഒ ഇൻ റിലേഷൻ ടു ഇലക്ഷൻ ഈസ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ അഥവാ ചീഫ് ഇലക്ഷൻ ഓഫീസർ. അശ്വതി ചീഫ് ഇലക്ഷൻ മിനിസ്റ്റർ അല്ല, ഞാൻ ചോദിച്ചിരുന്നത് സിഇഒ ആണ്. ചീഫ് ഇലക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 3ാമത്തെ സെക്ഷനിലെ 3ാമത്തെ കാറ്റഗറിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ക്വസ്റ്റ്യനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നമുക്ക് ഊറ്റമായിട്ട് മുന്നോട്ട് പോകാം. 3ാമത്തെ കാറ്റഗറി കേട്ടെഴുത്താണ്. കേട്ടെഴുത്തിൽ തന്നെ ഞാനൊരു വാക്യത്തിൽ പ്രയോഗിക്കുകയാണ്. അതായത് ഒരു ടാഗ് ലൈൻ എഴുതുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാക്യത്തിൽ പ്രയോഗിക്കുകയാണ്. ഞാൻ പറയുന്നത് ആ സെന്റൻസ് പൂരിപ്പിക്കുക. അത് ഒറ്റ സെന്റൻസിൽ വേണം കേട്ടോ. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ് കാരണം ഡാഷ്. കലാദേവി 3ാമത്തെ അല്ല, കലാദേവിക്ക് മുമ്പ് എനിക്ക് ശ്രീദേവിയാണ് 3ാമതായിട്ട് വന്നത് കേട്ടോ. ശ്രീദേവി കഴിഞ്ഞാണ് കലാദേവി വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ ഉൽക്കൽക്കർ. അത്രയും ചോദിച്ചില്ല, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി എഡിറ്ററെ. ഓക്കെ, സിഇഒ ആരാണെന്നായിരുന്നില്ല എന്റെ ചോദ്യം. സിഇഒ എന്നതിന്റെ ഫുൾ ഫോം എന്താണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരം ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ പൂരിപ്പിക്കുക ആണ്. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ് കാരണം ഡാഷ്. അതൊരു സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ പോലെയോ എഴുതാം. അതിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ തിരഞ്ഞെടുക്കും കേട്ടോ. ഇറ്റ് ഇസ് ടോട്ടലി അപ് ടു മീ. ആരെയാണ് ഏത് ഉത്തരവാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഉത്തരത്തിനായിരിക്കും മാർക്ക് കേട്ടോ. ആൾക്കല്ല, ഇഷ്ടപ്പെടുന്ന ഉത്തരത്തിന്. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ് കാരണം ജയശ്രീ പറയുന്നു അത് ഞങ്ങളുടെ സ്വന്തമാണ്. ശ്രീദേവി പറയുന്നു കൂട്ടക്ഷരങ്ങൾ എഴുത്തിന്റെ കൂട്ടാണ്. വേറെ ആരും ഒന്നും പറയുന്നില്ല, പറയൂ. നല്ല 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 ടാഗ് ലൈൻസ് വരട്ടെ. അക്ഷരങ്ങളിലെ സൗഹൃദം, അതൊരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണേ. കാരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണ് പറയേണ്ടത്. അപ്പൊ ഈ ജയശ്രീ എഴുതിയതുപോലെ കാരണം അത് ഞങ്ങളുടെ സ്വന്തമാണ്, കാരണം കൂട്ടക്ഷരങ്ങൾ എഴുത്തിന്റെ കൂട്ടാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ സെന്റൻസ് കംപ്ലീറ്റ് ആക്കണം. കാരണം ഞങ്ങൾ കൂട്ടായി നിൽക്കുന്നു എന്ന് അനില മേലേവീട് പറയുന്നു. ഓക്കെ, കാരണം അക്ഷരങ്ങളുടെ കൂട്ടുകാർ ആണ് എന്നും കൂടെ ചേർക്കണേ. സെന്റൻസിന് ഒരു കംപ്ലീഷൻ വേണ്ടേ. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ് കാരണം അത് മലയാള ഭാഷയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. കൊള്ളാം. ഇനി വേറെ ആരും ഇല്ലേ? എന്തോ എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളെ ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ടോണിൽ വായിച്ചാൽ മതി. കാരണം എന്തോ എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളെ ഇഷ്ടമാണ്. കൊള്ളാം. ഓക്കെ, 3 പേർക്കുണ്ട് കേട്ടോ മാർക്ക്. അക്ഷരങ്ങളിലെ സൗഹൃദ കൂട്ടായ്മ അശ്വതി. ഓക്കെ,
അവിടെയും കംപ്ലീഷൻ ആയില്ല അശ്വതി. കൂട്ടിഷ്ടങ്ങളെ എനിക്കിഷ്ടമാണ്, കാരണം അതൊരുപാട് പേർക്ക് കൂട്ടുകൂടാനുള്ള ഒരിടമാണ്. ഓക്കെ, ജയശ്രീ, ജയശ്രീക്ക് ജയശ്രീയുടേതാണ് ഇഷ്ടം. കൂട്ടക്ഷരങ്ങൾ എഴുത്തിൻ്റെ കൂട്ടാണ്. ഓക്കെ, അക്ഷരങ്ങളിലെ സൗഹൃദം, അതും ജയശ്രീക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ കൂട്ടായി നിൽക്കുന്നു. അതെ, എല്ലാവർക്കും ജയശ്രീയുടെ വക ലവ് 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 ഉണ്ട് കേട്ടോ. അക്ഷരങ്ങളെ ഈ മനുഷ്യരെയും കൂട്ടി ഇണക്കുന്ന ഒരിടം ആയതുകൊണ്ട്. ഹായ് ബിന്ദു. ബിന്ദു, എന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ്, കാരണം ഡാഷ്, അത് പൂരിപ്പിക്കുക. എന്തോ എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, മോഹൻലാലിന്റെ ടോണിൽ വായിച്ചാൽ മതി. കൊള്ളാം. ഓക്കെ, കാരണം കൂട്ടായ്മയുടെ കൂട്ടാണ്. കൊള്ളാം. ഓക്കെ, ബീന. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ ആൻസേഴ്സ്? എനിക്കിഷ്ടമുള്ള 3 പേരെ പിക്ക് ചെയ്യട്ടെ. എനിക്ക് ഇതുവരെ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നോ, അത് മലയാള ഭാഷയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അപ്പം ജസ്നയ്ക്കാണ് ഞാൻ ആദ്യത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമായി കേട്ടോ ജസ്ന. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ്, കാരണം അത് മലയാള ഭാഷയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത് എനിക്കിഷ്ടമായത് അതിൻ്റെ തൊട്ടു പിറകെ വന്ന എന്തോ എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളെ ഇഷ്ടമാണ്, അതും അടിപൊളി കേട്ടോ. ഹരിക്ക് 1 മാർക്ക്. കൂട്ടക്ഷരങ്ങളെ എനിക്കിഷ്ടമാണ്, കാരണം എന്തോ എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളെ ഇഷ്ടമാണ്, അടിപൊളി. ഓക്കെ, പവിത്ര, കാരണം അതൊരുപാട് പേർക്ക് കൂട്ടുകൂടാനുള്ള ഒരിടമാണ്, അത് ഞങ്ങൾ. ഓക്കെ, ജയശ്രീ എഴുതിയിരിക്കുന്നു, അത് ഞങ്ങളുടെ സ്വന്തമാണ്. അതിനാണ് ഞാൻ 3ാമത്തെ മാർക്ക് കൊടുക്കുന്നത് കേട്ടോ. അത് ഞങ്ങളുടെ സ്വന്തമാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എനിക്കിഷ്ടമാണ്, അത് ഒരുപാട് പേർക്ക് കൂട്ടാൻ. കൂട്ടായ്മയുടെ കൂട്ടാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമായത് ജയശ്രീയുടേതാണ് 3ാമത്തേത്, അത് ഞങ്ങളുടെ സ്വന്തമാണ്. അപ്പം ഇതിന് 3 പേര് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ജസ്ന, രണ്ടാമത്തേത് ഹരി പുള്ളൂർ, 3ാമത്തേത് ജയശ്രീ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ അതിന്റെ മുമ്പിലത്തെ വർഷമാണോ, ആണെന്ന് തോന്നുന്നു, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അന്ന് സ്കോർ അടിച്ചെടുത്തത് നമ്മുടെ ശ്രീദേവി ആയിരുന്നു. ശ്രീദേവി എഴുതിയത് കൂട്ടാണ്, ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ളതായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ തവണ ശ്രീദേവിക്കായിരുന്നു കേട്ടോ മാർക്ക് കിട്ടിയത്. പക്ഷെ ഇത്തവണ ശ്രീദേവി അത്രയ്ക്ക് അങ്ങ് ഇതാക്കിയില്ല. ഓക്കെ, അപ്പൊ അതായിരുന്നു 3ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം സ്കോർ ബോർഡിൽ കയറിയ എല്ലാവർക്കും, അതിനായി ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ കയ്യടിയോടെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം കൂട്ടായ്മയുടെ കൂട്ടാണ്, അതും കൊള്ളാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. കമന്റ്. ശ്രീദേവി, സാരമില്ല, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിൽ സ്കോർ ചെയ്യാം. അടുത്തത് ഒരു പാട്ടാണ് കേട്ടോ. വീണ്ടും അതില് ഞാൻ മ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ലാലാല പാടുന്നിടത്തെ ഡാഷ് പറയുന്നിടത്തെ ഭാഗം പൂരിപ്പിക്കുക. അടുത്ത പാട്ട്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും ലാലാലാല, എന്നിട്ടെന്നെ നിന്നെ കാണും കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. അതില് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും ഡാഷ്. ഓക്കെ, ശ്രീദേവിക്ക് കഴിഞ്ഞ തവണത്തേതിനും 2 ലവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും ഡാഷ്. ആ ഡാഷിന്റെ അവിടെ എന്താണ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും
ലാ 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 എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എങ്ങനെയുണ്ട്? നല്ല ഈസി അടിപൊളി ക്വസ്റ്റ്യൻസ് അല്ലേ? സിൽവി പെണ്ണെ, അതെ ശരിയാ, അതായിരുന്നു ശരിക്കും ചേർക്കേണ്ടത്. പവിത്രയുടെ വക സിൽവി പെണ്ണെ. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഈസി ആയിരുന്നു. ഉത്തരങ്ങൾ ചെറപറ ആണ് വരുന്നത്. അപ്പൊ ഇതിന് മാർക്ക് നേടിയിരിക്കുന്നത് ജയശ്രീ, അശ്വതി, അനില മേലേവീട്, ഇങ്ങനെ 3 പേരാണ്. ആദ്യം പറഞ്ഞത് ജയശ്രീ, രണ്ടാമത് അശ്വതി അച്ചുകുഞ്ഞൻ, മൂന്നാമത് അനില മേലേവീട്. പുറകെ കലാദേവി, ശ്രീദേവി, വൈശാഖ്, ഹായ് വൈശാഖ്, ബിന്ദു എസ് നായർ, ജസ്ന ജോസ്, പവിത്ര ഉണ്ണി. പവിത്ര ഉണ്ണിയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് പറഞ്ഞത്, പക്ഷെ അത് ഓവർ കറക്റ്റ് ആയതുകൊണ്ട് അതിന് ഞാൻ മാർക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 പേര് ഇതിന്റെ സ്കോർ നേടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിപ്പോ? 1 2 3 4 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എപ്പിക്, EPIC. നമുക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫുൾ ഫോമുകളാണ് കേട്ടോ ക്വസ്റ്റ്യൻ. EPIC എപ്പിക്കിന്റെ ഫുൾ ഫോം. എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നതിന് മുൻപ് ആൻസറുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഇതെന്താ എല്ലാരും കുഞ്ഞിപ്പെണ്ണെ എന്ന് വിളിക്കുന്നതെന്ന് ആലോചിച്ച് വണ്ടർ അടിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നെ കണ്ട ആർക്കും കുഞ്ഞിപ്പെണ്ണെ വിളിക്കാൻ തോന്നും. ഹരി, അതാണ്. ഓക്കെ, ശ്രുതി, ഹായ് ശ്രുതി, കുഞ്ഞിപ്പെണ്ണെ. വൈശാഖ് ബിസിയാണ്. ബിസി ആകണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് തല കാണിച്ചിട്ട് ഓരോ ആൻസർ എഴുതിയിട്ട് പോക്കോ. എപ്പിക്കിന്റെ ഫുൾ ഫോം എഴുതിയിട്ട് പോക്കോ വൈശാഖ്. EPIC എപ്പിക് ഇലക്ഷൻ റിലേറ്റഡ് ഷോർട്ട് ഫോംസ് ആണ്, ആക്രോണിംസ്. EPIC എപ്പിക്കിന്റെ ഫുൾ ഫോം. സ്ലോ കണക്ഷൻ ആണ്, എനിക്ക് തന്നെ സ്ലോ കണക്ഷൻ ആണ്. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ വരാൻ എന്തോ ഒരു താമസമാ. ഞാനായിരിക്കും ഇതിന്റെ കൾപ്രിറ്റ് അല്ലേ? എല്ലാരും എഴുതൂ, വരുന്നുണ്ട്. ഓ അതെ അതെ അതെ. ഓക്കെ, എപ്പിക്കിന്റെ ഫുൾ ഫോം ഇൻ റിലേഷൻ ടു ഇലക്ഷൻ. എപ്പിക്. ഓക്കെ, എല്ലാവരും നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. നല്ല സ്പീഡിലാണ് ആൻസേഴ്സ് വരുന്നത്. വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡാണ്. ഓക്കെ, ഓൾ ഓഫ് ദി അബവ് മെറ്റായി ലൈവിലും വേണ്ടതാണ്. ലൈവിലും വേണം. അത് തന്നെ അതൊരു അന്യായമാണ് അല്ലെ പവി? ലൈവിലും നമുക്കൊരു മെറ്റ വേണം. ഓക്കെ, ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നുള്ളതാണ് എപ്പിക്കിന്റെ ഫുൾ ഫോം. എല്ലാവരും എപ്പിക് നമ്പർ തപ്പി നടക്കുമായിരുന്നു നമ്മുടെ ഇതിന്റെ അപ്ഡേഷന്റെ സമയത്ത്. അപ്പം എപ്പിക്കിന്റെ ഫുൾ ഫോം ഇതാണ്, ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്. ഓക്കെ, അപ്പൊ ഒത്തിരി പേര് ഇതിന് പറഞ്ഞിട്ടുണ്ട്. FB ഇഷ്യൂ ആണ്, എല്ലാ ലൈവിലും ഇത് തന്നെ. അപ്പൊ എനിക്ക് മാത്രമല്ല അല്ലെ, സ്ട്രോങ് വൈഫൈ ആയാലും നോ രക്ഷ. എനിക്ക് സ്ട്രോങ് വൈഫൈ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ കലാദേവി, ശ്രീദേവി ഇട്ടു, ശരിയാണ്. പക്ഷേ എനിക്ക് ശ്രീദേവി 3ാമത് പോലും വന്നിട്ടില്ല കേട്ടോ. ബീന നായർ പറഞ്ഞിട്ടുണ്ട്, ശ്രുതി ശ്രീധർ, അശ്വതി അച്ചുകുഞ്ഞനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദീപയെ കണ്ടു ഇതിന്റെ ഇടയ്ക്ക്. ആരാ ദീപ രാജൻ, ഹായ് ദീപ. ദീപയും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജസ്ന പറഞ്ഞിട്ടുണ്ട്, ശ്രീദേവി പറഞ്ഞിട്ടുണ്ട്. അനില മേലേവീടിന് മേലിലേക്കാണ്, അതായത് അനില മേലേവീടും വൈശാഖും ഹരി പുള്ളൂരുമാണ് എന്റെ ലിസ്റ്റില് വന്നിരിക്കുന്നത് കേട്ടോ. ആരും പിണങ്ങണ്ട കേട്ടോ. ലൈവ് കണ്ടുകൊണ്ടിരുന്ന് സൈഡിലൂടെ നമുക്ക് മാത്രം ഉത്തരം പറഞ്ഞു തരുന്ന ശരിയാ. അത് നമുക്ക് ആരോടാ പറയുന്നത്? മെറ്റായോട് പറഞ്ഞു വിട്ടാല് അങ്ങനെയൊന്ന് പറയുവോ ആവും. ബിന്ദു എസ് നായരും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന്റെ സമയം കഴിഞ്ഞു. അതിന്റെ സ്കോർ ഞാൻ പറഞ്ഞതുപോലെ നേടിയിരിക്കുന്ന വൈശാഖ്, ഹരിപ്പുള്ളൂർ, അനില മേലേവീട് എന്നിവരാണ്. ഇനി അടുത്തത് നമ്മുടെ കേട്ടെഴുത്താണ്. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള ഒരു വാക്കാണ് കേട്ടോ. ശാർദൂല വിക്രീഡിതം. വൈശാഖ്, ഹരി, അനില. യെസ്, ഓക്കെ, അവർക്ക് 3 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് സ്ലോ, യാ. ഓക്കെ, അടുത്തത് കേട്ടെഴുത്താണ്. ശാർദൂല വിക്രീഡിതം. 12 മസജം 12 മസജം സദന്ത ഗുരുവും
പിന്നെ വേറെ ഏതാണ്ട് ശാർദൂല വിക്രീഡിതം എന്ന് പഠിച്ചിട്ടില്ലേ? എന്തുമാത്രം വൃത്തങ്ങൾ! നമ്മൾ കണക്കിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിക്കുന്ന പോലെയാണ് മലയാളത്തിലെ വൃത്തങ്ങൾ പഠിക്കുന്നത് അല്ലേ? 12 മസജം സദന്ത ഗുരുവും ജയശ്രീക്കല്ലല്ലോ, നമ്മുടെ ശ്രീദേവിക്ക് അറിയാവോ? ശ്രീദേവിക്ക് അറിയാം. ആ ബെസ്റ്റ്, ഞാൻ ബെസ്റ്റ് ഒക്കെയല്ലേ ഇടുവുള്ളൂ. ശാർദൂല വിക്രീഡിതം. ഹായ്, നമ്മുടെ എഡിറ്റർ ജി അങ്ങനെ അങ്ങ് വെട്ടിത്തിളങ്ങുകയാണ്. ജയശ്രീ അത് എഴുതിയിരിക്കുന്നത് കേട്ടോ, ശാർദൂല വിക്രീഡിതം. ഓക്കെ, അടുത്തത് ശ്രീദേവി, ശാർദൂല വിക്രീഡിതം. ശ്രീദേവി, ശാർദൂല വിക്രീഡിതത്തിന്റെ ഇതൊന്നിട്ടേ, ലക്ഷണം ഒന്നിട്ടേ. 12 മസജം സദന്ത ഗുരുവും, ഇടയ്ക്ക് ഓരോരോ ഗുരു എങ്കിലും വേണം എന്നൊക്കെ പറയുന്നത് പോലെ. ശാർദൂല അനിലയ്ക്ക് ഒറ്റതായി പോയി. ശാർദൂല പവിക്ക് ഒരു ദായായി പോയി. അശ്വതിക്ക് എഴുതാനേ അറിയത്തില്ല ശാർദൂല വിക്രീഡിതമെന്ന്. ഓക്കെ ബൈ എന്ന് ജസ്ന പറയുന്നു. പോകല്ലേ, അടുത്തത് ജസ്നയ്ക്ക് സ്കോർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പോകല്ലേ. ശാർദൂല വിക്രീഡിതം. ഓ, കല എഴുതിയിട്ടുണ്ട്, കലാദേവിക്ക് 1 പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന ജയശ്രീയും ശ്രീദേവിയും കലാദേവിയുമാണ്. ആരാ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്? 12 മസജം സദന്ത ഗുരുവും, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. വേറെ ആർക്കാ അത് ഓർമ്മയുള്ളൂ? 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ഓർമ്മ കറക്റ്റ് ആണല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, വൈശാഖും ശ്രീദേവിയും അതിന്റെ കറക്റ്റ് പറഞ്ഞു. അതിന്റെ ഒരു കൃതി ആർക്കെങ്കിലും പറയാവോ? ശാർദൂല വിക്രീഡിതത്തിന്റെ പുലികളി അതെന്താ ബിനോ മാത്യു പറഞ്ഞത്? അതിന്റെ വൃത്തം, പുലികളിയുടെ പാട്ടുകളുടെ വൃത്തം ഇതാണെന്ന് വല്ലോ ആണോ? ശാർദൂല വിക്രീഡിതമാണെന്ന് വല്ലോ ആണോ പറഞ്ഞേ? എനിക്കതിന്റെ കൃതികളൊന്നും ഓർമ്മയില്ല, പക്ഷെ സ്കൂളിൽ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിത് ഇട്ടതാണ്. ഓക്കെ, അപ്പം ഇങ്ങോട്ട് ചോദിക്കുക വൈശാഖ് ജയ്. അതെ എന്ന് വെച്ചാൽ എന്താ സാധനം? അത് കടിക്കുമെന്ന്. ചോദിക്കുക, ജയശ്രീ ഉത്തരം പറഞ്ഞു തരും. ഓക്കെ, വൈശാഖ് ഉത്തരം പറഞ്ഞു തരും. ഓക്കെ, അപ്പം അത് തീർന്നു കേട്ടോ. തൽക്കാലം നമുക്ക് ശാർദൂല വിക്രീഡിതത്തെ അതിന്റെ പാട്ടിന് വിടാം. നമ്മൾ വീണ്ടും പാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്തത് ഏത് പാട്ടാ വേണ്ടത്? ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഓക്കെ, തൽക്കാലം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പാട്ടിലേക്ക് പോകാം. 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ഓക്കെ ബിന്ദു, യെസ്. അതിന്റെ ഒരു കൃതി ആർക്കെങ്കിലും? അർത്ഥം പുലികളി എന്നാണോ അതിന്റെ അർത്ഥം? ഓക്കെ, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അതിന്റെ അർത്ഥം. ഞാൻ ഡ്യൂട്ടിയിലായി പോയത് കൊണ്ട് ഒന്നും പറയുന്നില്ല എന്ന് വൈശാഖ് പറയുന്നു. എന്നോടല്ല കേട്ടോ, ജയശ്രീയോടാണ്. ഓക്കെ, അതോ പവിയോടാണോ? രണ്ടുപേരും കൂടെ വീതിച്ചെടുത്തോ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പാട്ടാണേ. പാട്ട് ശരിയാകുമോ? ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി ലലലാ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ തെറ്റിപ്പോയി അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി ഡാഷ്. ശ്രീകൃഷ്ണ കർണാമൃതം. ഓക്കെ, അത് നമ്മൾ പഠിച്ചാണ്. ചാതുര്യ വായിക്കാനും കൂടെ പറ്റത്തില്ല. നിധാന സീമ ചപലാപാംഗ ഛടാമന്ധരം ലാവണ്യാമൃത വീജിലാളിത ദൃശ്യം ലക്ഷ്മീ കടാക്ഷാദൃതം. ഓക്കെ, ശ്രീകൃഷ്ണ കർണാമൃതം. എൻ്റെ ശ്രീദേവി. കാളിന്തി പുളിനാങ്കണ പ്രണയിനം കാമാവതാരാങ്കുരം ബാലം നീലമയി വയം മധുരമീ സ്വരാജ്യം ആരാധ്നുമഹ. ഓ മൈ ഗോഡ്. ഓക്കെ, ഉത്തരം വരുന്നുണ്ട്. ഓക്കെ, ജയശ്രീയുടെ ഫേവറേറ്റ് സോങ്. ഞാൻ കൂടുതൽ പാടാഞ്ഞത് നന്നായി, അതിൻ്റെ ആ ഫേവറേറ്റ്നെസ് മുഴുവൻ പോയേന്. ഓക്കെ, ജയശ്രീ, അശ്വതി, ഓക്കെ, അനില, ഓക്കെ, വൈശാഖ്, ശ്രീദേവി എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ, ശ്രീദേവി ഞാൻ കാരണം താമസിച്ചു പോയല്ലേ, സോറി. ചീത്ത വിളിച്ചതുപോലെ തോന്നുന്നു. സ്നേഹാതുരമായി ചീത്ത വിളിച്ചതുപോലെ അതും ചേരും കേട്ടോ. എന്തെങ്കിലും ഓക്കെ, അത് ജയശ്രീക്കുള്ളതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ശ്രീദേവിക്കുള്ളതായിരിക്കും. ഓക്കെ, ജയശ്രീക്ക് ആണ് ഇതിന്റെ പോയിന്റ് വന്നിരിക്കുന്നത്. ഓ, എൻ്റെ ഒരു ഫോണോ.
ജയശ്രീ, ജയശ്രീ ഭയങ്കര ഫോമിലാണ് കേട്ടോ ഇന്ന്. അശ്വതി, അനില, ഇങ്ങനെ 3 പേരാണേ. അശ്വതി, അനില, ഈ 3 പേരാണ് തൊട്ടുരിയാടിയ പോലെ എന്ന് എഴുതിയിരിക്കുന്നത്. സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ. ONVയുടെ ഭയങ്കര ക്ലാസിക് രചനകളല്ലേ. ഏത് സിനിമയിലെ ആ പാട്ട്? വിനീതും മറ്റേ ആ കൊച്ചും കൂടെ ഉള്ളത്. സിനിമ ഏതാന്ന് ഞാൻ മറന്നുപോയല്ലോ. എൻ്റെ പോയിന്റ് കളഞ്ഞ് കഷ്ടം. പോട്ടെ, അടുത്തതിന് നമുക്ക് 2 എണ്ണം വേഗം പറഞ്ഞ ഒരു 2 സ്കോർ തന്നേക്കാം. തോന്നും സ്വാഭാവികം ചീത്ത വിളിക്കാൻ. ഓക്കെ, പോയിന്റ് നില പറയാമേ. ഓക്കെ, ആത്മാവിൽ മുട്ടി വിളിച്ചാൽ പിന്നെ വൈകാതെ സ്നേഹാദരമായി ചീത്ത വിളിക്കും. എന്തിന്റെ കേടായിരുന്നു എന്ന്. ഇതും കിടിലേ. അതെ. ആരണ്യകം, അത് തന്നെ. ആരണ്യകം എന്ന സിനിമയില് ആ നായികയുടെ പേരെന്താ ജയശ്രീ? എനിക്കിപ്പോ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒത്തിരി എണ്ണത്തിനകത്ത് അഭിനയിച്ചിട്ടില്ല അല്ലേ? നമ്മുടെ നക്ഷത്രങ്ങളിലും അത് കഴിഞ്ഞ് ഈ ആരണ്യകത്തിലും പിന്നെ അതിനകത്ത് കണ്ടിട്ടില്ലല്ലോ. ഈയിടെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് സ്കോർ ബോർഡില് ഇപ്പം 1, 2, 3 ശ്രീദേവി, ഹരി പുള്ളൂർ, പവിത്ര, ജസ്ന, ജയശ്രീ, അശ്വതി, അനില മേലവീട്, വൈശാഖ്, കലാദേവി, ഇത്ര പേര് ചേർന്ന് കയറിയിട്ടുണ്ട്. സലീമ, അത് തന്നെ സലീമ. അതില് ശ്രീദേവിക്ക് 3 പോയിന്റ്, ഹരി പുള്ളൂർ 3 പോയിന്റ്, പവിത്ര 1, ജസ്ന 2, ജയശ്രീ 5, അശ്വതി 2, അനില മേലവീട് 3, വൈശാഖ് 1, കലാദേവി 1. ഇതാണ് നമ്മുടെ സ്കോർ ബോർഡിലെ അവസ്ഥ. സെലീനയല്ല ശ്രീദേവി, സലീമയാണ്. സലീമ, ഒളിച്ചിരിക്കാൻ, അത് തന്നെ. അതിൻ്റെ അകത്തെ പാട്ടാണ് ഞാൻ ഓർക്കുന്നുണ്ടത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, രേഖാചിത്രത്തിൽ അത് തന്നെ ഈയിടെ വന്നതല്ലേ. സലീന എന്നല്ല ജസ്ന, സലീമ എന്നാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഷോർട്ട് ഫോം ആണ്, അത് വികസിപ്പിച്ചെഴുതുക. ഓക്കെ, VTR ഇൻ റിലേഷൻ ടു ഇലക്ഷൻ അല്ലെങ്കിൽ കൗണ്ടിങ്. ഇലക്ഷൻ VTR ഫുൾ ഫോം എഴുതുക. VTR. മാ. അതെന്താ ഈ മാ? അത് വിശദീകരിക്കണം ബിനോ. ചുമ്മാ മാ എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല. സലീമ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. VTR ഇൻ റിലേഷൻ ടു ഇലക്ഷൻ, അത് അതിന്റെ ഫുൾ ഫോം എന്താണ്? VTR. ചോദ്യം അങ്ങ് എത്തുന്നില്ലായിരിക്കും അല്ലേ? താമസമാണ്. ഓക്കെ, ഉത്തരങ്ങൾ വരുന്നുണ്ട്. വ്യൂ ത്രൂ റേറ്റ് അല്ല ബിന്ദു, ഞങ്ങളെല്ലാവരും ഗൂഗിൾ ചെയ്യാൻ പോയേക്കോ. ഓക്കെ, സമയം എടുത്തോ, എനിക്കത് അറിയാലോ. ഞാൻ കണ്ണടച്ചിരിക്കുക, അല്ലാതെ ആരെങ്കിലും ഉത്തരം പറയണമല്ലോ. ആരും ഉത്തരം പറയാത്ത സ്ഥിതി വരുന്നതിനേക്കാൾ ഭേദമല്ലേ ഇത്. ബങ്ക് ചെയ്താണേലും പോയത് നോക്കിയിട്ട് വരിക. ഓക്കെ, VTR ആറിൻ്റേത് വരണേ, ആറിൻ്റേതും കൂടെ വരണം. ഓക്കെ, അനില ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഇല്ലേ? അനില ആദ്യം പറഞ്ഞു. അനില മേലാവീട് ആദ്യമേ എഴുതിയായിരുന്നു, കണ്ടായിരുന്നു. അനില വന്നു, വൈശാഖ് 2, പിന്നെ ആരാ മൂന്നാമത് പറഞ്ഞത്? ഓക്കെ, ജസ്ന ജോസ്. ഓക്കെ, വോട്ടേഴ്സ് ടേൺ ഔട്ട് റേറ്റ് എന്നുള്ളതാണ് VTRന്റെ ഫുൾ ഫോം. വോട്ടേഴ്സ് ടേൺ ഔട്ട് റേറ്റ്. കലാദേവി പറഞ്ഞു ഇതാണ് മറ്റേ ഇവിടെ വേണമെന്ന് പറഞ്ഞത്. ഞാൻ ഇനി അടുത്ത തവണ വേണമെങ്കിൽ ഇവിടെ ഒരെണ്ണം ഡിസ്പ്ലേ ചെയ്യാം, അല്ലാതെ ഇപ്പം നമുക്കല്ലെങ്കിൽ സ്ലോ ആകും. അന്യന്റെ വൈഫൈ ആകുമ്പോൾ എടുക്കും എന്ന് വൈശാഖിൽ നിന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലാതെ ആയാലാണ് നമുക്ക് നിരാശ തോന്നുന്നത് കേട്ടോ. അശ്വതി, വ്യൂ ത്രൂ റൈറ്റ് അല്ല അശ്വതി, ഇറ്റ് ഇസ്
വോട്ടേഴ്സ് ടേൺ ഔട്ട് റേറ്റ്. വോട്ടർ ടേൺ ഔട്ട് റേറ്റ്. റേഷ്യോ അല്ല, റിപ്പോർട്ടും അല്ല, റേറ്റ് എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഒത്തിരി പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പോയിന്റും കൊണ്ട് പോയത് ഇപ്പൊ 2 പേർക്ക് ഞാൻ ഇട്ടുള്ളൂ. അനില മേലെ വീട്, വൈശാഖ. മൂന്നാമത് ആരായിരുന്നു? ക്ഷമ വേണം, സമയം എടുക്കും. ജസ്ന അനൂപാണോ? അതെ അതെ, ജസ്ന അനൂപ്. ഓക്കെ, ജസ്ന അനൂപിന് കൊടുത്തില്ലായിരുന്നു തോന്നുന്നു. എന്തിനാ ജസ്ന? ഓക്കെ ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ തീർന്നു. വോട്ടേഴ്സ് ടേൺ ഔട്ട് റേറ്റ് എന്നുള്ളതായിരുന്നു VTRന്റെ ഫുൾ ഫോം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് തീർന്നു പോകുക. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്നിടണം. ഓക്കെ, അടുത്തത് ഏറ്റവും എളുപ്പമുള്ളതാണ്, കേട്ടെഴുത്താണ്, ആർക്കും ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. എഴുതിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ് കേട്ടോ. അതെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഉത്തരവാദിത്വം എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ വാക്കിതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഞാൻ പറയുന്ന പോലെ എഴുതണം, നിങ്ങൾക്ക് തോന്നുന്ന പോലെ എഴുതിയാക്കല്ലേ. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ആരും എഴുതുന്നില്ലേ? മെഡുല്ല ഒബ്ലാങ്കേറ്റ. എനിക്ക് ജസ്നയ്ക്ക് ഇത്തവണത്തെ അത് ജസ്നയ്ക്ക് കിട്ടി. ജസ്നയ്ക്ക് കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനില്ല ഈ കളിക്കുന്ന പവിത്ര. ഒബ്ലാങ്കേറ്റ. ഓക്കെ, ഒബ്ലാങ്കേറ്റ, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ എഴുതണമെന്നാണ് പറഞ്ഞത്. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അതെ, ഞാൻ പറഞ്ഞ പോലെ എഴുതിയ ഒരാളാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു 2 പേരും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എഴുതണം. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഒബ്ലാങ്കേറ്റ. ശ്രീദേവി എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എഴുതണം. ഓക്കെ, അനില, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ബിനോ ആദ്യം എഴുതിയെങ്കിലും ഒബ്ലാങ്ങേറ്റാന്നായി, അല്ല വൈശാഖ് ആദ്യം എഴുതിയെങ്കിലും ഒബ്ലാങ്ങേറ്റാന്നായി പോയി. ബിനോ എഴുതിയപ്പോൾ മെഡുല്ലാന്നായി പോയി. ഞാൻ മെഡുല്ല, ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതണമെന്ന് പറഞ്ഞായിരുന്നേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയിരിക്കുന്നത് ശ്രീദേവി, പിന്നെ അനില മേലെ വീട്, ബിന്ദു. മെഡുല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ മേളിൽ കൊടുക്കാത്ത കാരണം മെഡുല്ല ഒബ്ലാങ്കേറ്റാന്ന് എഴുത്. മെഡുല്ല. ഇത് കേട്ടല്ല, അതേ ആ സാധനം അടിച്ചു പോയത് പതി. ഇത് എഴുതി ഞങ്ങൾക്ക് എല്ലാവർക്കും പോയിന്റ് തരണം. ഇത് എടുത്തോണ്ട് വന്ന എനിക്ക് വേണ്ടേ ആദ്യം പോയിന്റ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ആദ്യം മെഡുല്ല ഒബ്ലാങ്കേറ്റാന്ന് പറഞ്ഞ് വൈശാഖിനും ബിനോയ്ക്കും ഓരോ മാർക്ക് കൊടുക്കാം കേട്ടോ. കാരണം ഒബ്ലാങ്ങേറ്റാന്ന് വൈശാഖ് എഴുതി, ബിനോ മെഡുല്ലാന്നും എഴുതി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്നായിരുന്നു. അപ്പം 4 പേർക്ക് ഞാൻ പോയിന്റ് കൊടുക്കുകയാണ്. ശ്രീദേവി, പിന്നെ ആരായിരുന്നു? അനില, പിന്നെ വൈശാഖ്, ബിനോ. ശ്രീദേവി, അനില, വൈശാഖ്, ബിനോ. ഓക്കെ, ഇപ്പൊ സ്കോർ ബോർഡിൽ എങ്ങനെയാണ് സ്കോർ നില എന്ന് അറിയണ്ടേ? ശ്രീദേവിക്ക് 4 പോയിന്റ്, ഹരി പുള്ളൂർ 3 പോയിന്റ്, പവിത്ര 1 പോയിന്റ്, ജസ്ന 4 പോയിന്റ്, ജയശ്രീ 5 പോയിന്റ്, അശ്വതി 2, അനില മേലേവീട് 5, വൈശാഖ് 3, കലാദേവി 1, ബിനോ 1. ഇതാണ് സ്കോർ ബോർഡിലെ ഇപ്പോഴത്തെ അവസ്ഥ. അശ്വതി അച്ചുകുഞ്ഞൻ, യെസ്, ഒബ്ലാങ്കേറ്റ അല്ല ഗേറ്റ എന്നാണ്, ഒബ്ലാങ്കേറ്റ. ശ്രീദേവി എഴുതിയിരിക്കുന്ന കറക്റ്റ് അതിന്റെ മേളില് കണ്ടല്ലോ. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് വീണ്ടും പാട്ടിലേക്കാണ് കേട്ടോ. പാട്ട്
മൺവീണയിൽ മഴലാലല മറവികളെന്തിനോ ഹരിതമായി ഉപബോധഗിരികളിൽ അതിഗൂഢലഹരിയിൽ ഹൃദയമാം പുലർകാല നദി തിളങ്ങി മൺവീണയിൽ മഴലലലല. ഓ ജയശ്രീ അങ്ങ് ഞാൻ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് ഇതിട്ടത്. ഇത് മലയാളം ക്ലാസ് ആണ് കുട്ടി. കിഷ്ണി ചോദിക്കായിരുന്നു എന്ന് ബിനോമാത്തി ചോദിക്കുന്നു. ജീവനോടെ വിട്ടാൽ മതിയായിരുന്നു എന്ന് പവി ശ്രുതി ഉണർത്തി. ഓക്കെ ബിനോമാത്തിയോ കട്ടയല്ല ചേട്ട. ശ്രീദേവി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അതെ ഞാനത് കുളവാക്കി, അതുകൊണ്ട് ഇനി ഞാൻ പാടുന്നില്ല. ഇഷ്ടം പോകണ്ട ഇനി. വൈശാഖ ശ്രീദേവി കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളും കൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ശ്രീദേവി പവി വൈശാഖ. ഓക്കെ കലാദേവി എഴുതിയിട്ടുണ്ട്, അനില എഴുതിയിട്ടുണ്ട്, പവി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യമാണ്. ആണോ? എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ കോപ്പി റൈറ്റഡ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു. സോറി. ജസ്ന ജോസ് ശ്രുതി ഉണർത്തി, അശ്വതി ശ്രുതി ഉണർത്തി. എല്ലാവരും കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്, കാരണം ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നത്. അപ്പൊ അതിന് സ്കോർ അടിച്ചു മാറ്റിയിരിക്കുന്നത് ശ്രീദേവി, വൈശാഖ്, പവിത്ര എന്നിവരാണ് കേട്ടോ. അന്ന് ഞാൻ ഉത്തരവും പറഞ്ഞു, ശ്രീദേവി പറഞ്ഞു. ശ്രീദേവിക്ക് നല്ല ഓർമ്മയാണ്. അതെ. ഏത് സിനിമ? ഏത് സിനിമയെന്ന് ചോദിക്കണം അല്ലേ? അതെ ഏത് സിനിമ? വൈശാഖ് പറ, ഏത് സിനിമ? ചുമ്മാ അങ്ങ് തള്ളിയാ പോരല്ലോ. ഏത് സിനിമയാന്ന് പറ. പക്ഷെ ഹൈപ്പിച്ച് കയറ് കെട്ടി താഴെ ഇറക്കണം. ഇത് ഞാൻ കോപ്പി അടിച്ചതാണ് അശ്വതി. ആണോ? അശ്വതിക്ക് മാർക്കില്ല അതുകൊണ്ട് കേട്ടോ. കോപ്പി അടിച്ചതായോണ്ട് ഇത്തവണ മാർക്കില്ല. അപ്പൊ ഏത് സിനിമയാന്ന് ആരാ പറയുന്നത്? വൈശാഖ് പറ. അപ്പോഴല്ല, ചോദ്യം കേട്ടെഴുത്തല്ലായിരുന്നു. കേട്ടെഴുത്തല്ലായിരുന്നു. ശരിയാ, കേട്ടെഴുത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സിനിമ അല്ല സീരിയലാണെന്ന് ശ്രീദേവി പറയുന്നു. മൺവീണയിൽ മഴ ശ്രുതി ഉണർത്തി. അതിലെ പാട്ടാ അല്ലേ? അയ്യോ, എന്നാ എനിക്ക് തെറ്റിപ്പോയി കേട്ടോ. ഞാൻ ഓർത്തത് ഏതാന്നോ, നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദ്യം ചോദിച്ചായിരുന്നല്ലോ, ഒരു നറു പുഷ്പമായി എന്നുള്ള പാട്ടുള്ള അതേത് സിനിമയാ? ഒരു നറു പുഷ്പമായി എന്നുള്ളത് സീരിയലാ. മൺവീണയിൽ മഴ ശ്രുതി ഉണർത്തി. ശമനതാളം നമ്മുടെ ആരുടെയാണോ, നമ്മുടെ അവാർഡ് വാങ്ങിക്കുന്ന സംവിധായകനുണ്ടല്ലോ, ശ്യാമപ്രസാദിന്റെ സീരിയലായിരുന്നു ഇത് ശമനതാളം. 11 എപ്പിസോഡ്. നല്ല ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. അത് നല്ല പാട്ടായിരുന്നു. ഞാൻ ഓർത്ത ഒരു നറു പുഷ്പമായി അത് ഏതിലേ ആയിരുന്നു? ഒരു നറു പുഷ്പമായി. അപ്പൊ ഈ മൺവീണയിൽ മഴ ശ്രുതി ഉണർത്തി എന്ന് എഴുതിയിരിക്കുന്നത് ONV ആണോ? അത് എഴുതിയതെന്ന് അറിയാവോ? പുള്ളിയുടെ ഒരു സ്റ്റൈലാണത് അല്ലേ? ഉപബോധഗിരികളിൽ അതിഗൂഢ ലഹരിയിൽ. അതെ, അതൊക്കെ പുള്ളിയുടെ വാക്കുകളാണ്. ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്നാൽ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൺവീണയിൽ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാൻ അറിയാതെ പാടിപ്പോയതാണ്. അടുത്തത് ശ്യാമപ്രസാദ്. യെസ് ശ്യാമപ്രസാദ്. മേഘമൽഹാർ. മറ്റേ അത് തന്നെ, മേഘമൽഹാർ. ഞാൻ മേഘമൽഹാറിലെ പാട്ടാണെന്ന് ഓർത്തോണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഏതായാലും അത് അറിയാതിരുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നു, നന്നായി. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണത്. ഓക്കെ. അപ്പൊ അടുത്തത് ഇലക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട, NOTA, നോട്ട. മേഘമൽഹാർ. യെസ്, മേഘമൽഹാറിൽ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ നോട്ട. വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ? നോട്ടയുടെ ഫുൾ ഫോം. ഇലക്ഷൻ റിലേറ്റഡ് ആണ്. NOTA. നോട്ട ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഫോം ആണ് NOTA. ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഓക്കെ. വൈശാഖ് പറയുന്നു നൺ ഓഫ് ദി അബവ്. ജസ്ന നൺ ഓഫ് ദി അബവ്. ശ്രീദേവി നൺ ഓഫ് ദി അബവ്. അനില മേലവീട് നൺ ഓഫ് ദി അബവ്. കോപ്പി അടിക്കാം കേട്ടോ ഇനിയുള്ളവർക്ക്. നൺ ഓഫ് ദി അബവ്. ജയശ്രീ ജോൺ. ഓക്കെ. അപ്പം നോട്ട എന്താണ് എന്നതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യന്. അതിൻ്റെ മാർക്കുകൾ വീണിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എഴുതാനുണ്ടോ? വേറെന്തെങ്കിലും ഉണ്ടോ? മുകളിലെ ആരുമല്ല എന്ന് ബിനോ എഴുതിയിരിക്കുന്നു. അതെ അതെ, അത് തന്നെ, അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പക്ഷേ സോറി, ബിനോ ആയതുകൊണ്ട് ഞാൻ മാർക്ക് തരുന്നില്ല. കുറച്ചൊക്കെ പാർഷ്യാലിറ്റി ഒക്കെ വേണ്ടേ നമ്മളൊരു മത്സരമൊക്കെ സംഘടിപ്പിക്കുമ്പം. അതുകൊണ്ട് ബിനോയ്ക്ക് മാർക്കില്ല. ഓക്കെ. നൺ ഓഫ് ദി അബവ്. യെസ്, നൺ ഓഫ് ദി അബവ്. ഓക്കെ. അപ്പൊ എല്ലാവരും തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിനോ പറഞ്ഞതുപോലെ മുകളിലത്തെ ആരുമല്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അതായത് നൺ ഓഫ് ദി അബവ്. അപ്പൊ നൺ ഓഫ് ദി അബവ് എന്ന ആദ്യം പറഞ്ഞത് ആരോ ഒരാളാണ്. ഏതായാലും ആദ്യം പറഞ്ഞ 3 പേര് വൈശാഖ്, ജസ്ന, ശ്രീദേവി എന്നിവരാണ് ആദ്യം പറഞ്ഞത്. അവർക്കാണ് ഇത്തവണ പോയിന്റ് വീണിരിക്കുന്നത്. അയ്യോ, എന്റെ കേട്ടെഴുത്തെല്ലാം തീർന്നു പോയി. ഇനി എന്നാ ഒരു കേട്ടെഴുത്തിടുന്നത്? അഗ്നിമന്ഥനം. അഗ്നിമന്ഥനം. ഓക്കെ. അടുത്തത് അഗ്നിമന്ഥനം. കേട്ടെഴുത്താണേ. അഗ്നിമന്ഥനം. 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 തെറ്റിപ്പോയി. അതും തെറ്റിപ്പോയി. മന്ഥനം. അഗ്നിമന്ഥനം തെറ്റിപ്പോയി. കലാദേവി കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അഗ്നിമന്ഥനം. ജയശ്രീ കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ശ്രീദേവി കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അഗ്നിമന്ഥനം. അഗ്നി കടച്ചിൽ എന്നുള്ളതാണ് അല്ലേ അതിന്റെ അർത്ഥം. അഗ്നിമന്ഥനം. കലാദേവി, ജയശ്രീ, ശ്രീദേവി. അനില ആയിന്ത അല്ല കേട്ടോ. കലാദേവി, ജയശ്രീ, ശ്രീദേവി. ഓക്കെ. അഗ്നിമന്ഥനം. എൻ്റെ അബ്രാകുന്തം താ വരുന്നില്ല. എനിക്കും അതാണ് എൻ്റെ വൈശാഖ വിഷയം. അപ്പം ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ എന്നോർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു സെഷൻ ഞാൻ എൻ്റെ ലൈവിൽ എന്നും ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും ഒന്ന് അറിയണമല്ലോ. ശ്രീദേവിയെ നമുക്കൊന്ന് അറിയിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനെ പറ്റി ഒരു വാക്ക് കണ്ടുപിടിക്കണം. ശ്രീദേവി തന്നെ പറഞ്ഞു തരേണ്ടി വരും. അഗ്നിമന്ഥനം. പുഷ്പവേണി. ആ ഇന്ത അല്ല പുഷ്പ. അനില ആ ഇന്ത അല്ല. നോക്കിയേ, ശ്രീദേവി, ജയശ്രീ, കലാദേവി, ഈ 3 പേരാണ് ഇന്ത കറക്റ്റ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഗ്രന്ഥം എന്നുള്ളതിൻ്റെ ഇന്ത ആണ് അഗ്നിമന്ഥനം. ചോദ്യം വരുന്നതിന് മുന്നേ ഉത്തരം വരുന്നു. കുഴപ്പമില്ല ബിന്ദു. ബിന്ദു ഒന്ന് എഴുതി നോക്കിയേ. പാലാഴി മന്ഥനം. അത് തന്നെ ഓർമ്മ വെച്ച് എഴുതിയതാ. കറക്റ്റ്. ബിന്ദു ഒന്ന് എഴുതി നോക്കിയേ. അഗ്നിമന്ഥനം എന്നുള്ള വാക്കൊന്ന് എഴുതി നോക്കിയേ. അഗ്നിമന്ഥനം. ബിന്ദു എഴുതുന്നുണ്ടോ? നന്നായി. എൻ്റെ ആപ്പിലാക്കൊന്നും വരുന്നില്ല. നന്നായി. അത് തന്നെ. ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ്. ഓക്കെ. അപ്പം പിന്നെ അത് തെറ്റുവല്ല അല്ലേ? അതാണ് അതിൻ്റെ ഗുട്ടൻസ്. ഞാനത് പക്ഷെ ഉപയോഗിക്കാറില്ല. എനിക്കെന്തോ എൻ്റെ അക്ഷരം കാണുന്നത് എനിക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് അതേലെഴുതുമ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. ഇന്ത ചതിച്ചു. എൻ്റെ അശ്വതി, എന്ത് ചെയ്യാനാ? ഇത് ചതിയുടെ ലോകമാണ്. ഇന്ത ഇത് കീബോർഡിൽ വരുത്താൻ പെട്ട പാട്. ജയശ്രീ. അതെ. ശ്രീദേവി പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ. ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ്. എൻ്റെ ഇന്ധനം തീർന്നു എന്ന് വിനോം പറയുന്നു. സാരമില്ല, നമുക്ക് ഫില്ല് ചെയ്യാം. ആ ബുദ്ധി എനിക്ക് പോയില്ല ജയശ്രീ. ഞാൻ പിരിച്ചെഴുതി കൂട്ടിച്ചേർത്തു. ഓക്കെ. അപ്പം കൊള്ളാം. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരു ടിപ്പ് കിട്ടിയല്ലോ. എങ്ങനെ എഴുതുക. നമ്മൾ പറഞ്ഞാൽ വരിവല്ലാത്ത, അല്ല എഴുതിയാൽ വരിവല്ലാത്ത സംഭവങ്ങൾ, ടൈപ്പ് ചെയ്താൽ വരിവല്ലാത്ത സംഭവങ്ങൾ എഴുതി കൊടുക്കുക. അപ്പം നമുക്കത് കൃത്യമായിട്ട് വരും. ഓക്കെ. അടുത്ത പാട്ട് ഏത് വേണം? ആരെങ്കിലും ഒരെണ്ണം പറഞ്ഞേ, എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വാക്ക് പിക്ക് ചെയ്തോളാം. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞേ ആരെങ്കിലും. എൻ്റെ പാട്ടുകൾ തീർന്നു പോയി. അല്ലെങ്കിൽ ഞാൻ വേഗം ഏതെങ്കിലും പറയേണ്ടി വരും. പെട്ടെന്നൊരു വാക്ക്. ബിന്ദു എഴുതി. മിടുക്കി. ഓക്കെ. ആരും പാട്ട് എനിക്ക് തരുന്നില്ല. എന്നാൽ ഞാൻ പാട്ട് പറയുവാണേ.
സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ ലാല ശ്യാമ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ. അവിടെ വേനൽക്കിരാവേ നിന്നെ തലോടി. അത് എൻ്റെ ട്യൂൺ എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനിപ്പോൾ ചോദിച്ചു. ഹിമശൈല ഞാൻ ഓൾറെഡി ചോദിച്ചു. ഹിമശൈലം ചോദിച്ചു ബിനോ, നേരത്തെ വരണ്ടായിരുന്നു. കനകമുന്തിരികൾ, ഓക്കെ. ശാരദാംബരം, ഓക്കെ. ഏതായാലും എനിക്കിത് വരാൻ താമസിച്ച കാരണം ഞാൻ ചോദ്യം ചോദിച്ചു. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ ഡാഷ് ഡാഷ് സംഗീതമേ. ഓക്കെ ഓക്കെ, അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അനില സാമഗീതം എന്നുള്ള സാമാഗീതം എന്നാണ് എഴുതിയ, സാരമില്ല. അനില ആണ് ആദ്യം പറഞ്ഞ സാമഗീതമേ. ശ്രീദേവി പറഞ്ഞു, ജയശ്രീയും പറഞ്ഞു സാമഗീതമേ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ശ്യാമസംഗീതമേ എന്നാണ്, അതോ സാമസംഗീതമേ എന്നാണ്. ഏതായാലും സാമഗീതമേ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അനില, ജയശ്രീ, ശ്രീദേവി 3 പേരാണ് അതിന്. ആൻസർ പറഞ്ഞിരിക്കുന്നത് ശ്രീദേവി. ഓക്കെ, സ്കോർ ബോർഡിൽ എങ്ങനെയാണ് സംഭവം എന്ന് അറിയണ്ടേ? ഇപ്പം നമുക്ക് സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രീദേവിക്ക് 3 6 2 8 മാർക്ക്. ഹരി പുള്ളൂർ 3 മാർക്ക്. ഹരി വിട്ടുപോയോ? അവിടെ കാണുന്നില്ലല്ലോ. പവിത്ര 2 മാർക്ക്. ജസ്ന 5. ജയശ്രീ 3 2 5 2 7. അശ്വതി 2. അനില 3 6. വൈശാഖ് 5. കലാദേവി 2. ബിനോ 1. ബിനോ ഒന്നുകൂടി ഒന്ന് ആഞ്ഞു പിടിക്കണം കേട്ടോ. 11 ന്യൂ മെസ്സേജസ്. എല്ലാവരും സാമഗീതമേ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. പക്ഷെ രണ്ടാമത് ഞാനല്ലേ പറഞ്ഞതെന്ന് അശ്വതി ചോദിക്കുന്നു. ഞാനൊന്നുകൂടി നിന്ന് നോക്കട്ടെ. സാമഗീതമേ ഇല്ല, എനിക്ക് അനില, ശ്രീദേവി, ജയശ്രീ, അശ്വതി അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് അശ്വതി 4-മതാണേ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് വീണ്ടും ഇലക്ഷൻ റിലേറ്റഡ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ECI. പുഷ്പവേണി ഉത്തരം പറഞ്ഞു. പുഷ്പവേണി ഉണ്ട്, പുഷ്പവേണി, പക്ഷെ കുറെ താഴെയാണേ, അതുകൊണ്ടാണ് കേട്ടോ. വന്നു പിരിച്ചെഴുതി വൈകി. ഓക്കെ, വൈശാഖിന് വൈകിപ്പോയി. രമ ഉണ്ണി, ഹായ് രമ. താമസിച്ചാ കയറിയതല്ലേ? സാരമില്ല, നമുക്കിനി ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ കാണും. അതിന് വേഗം ഉത്തരം പറയും കേട്ടോ. ഞാൻ ലേറ്റ് ആവും, ലൊക്കേഷൻ അകലെയാണ്. എന്ത് ചെയ്യാനാണ്, ഞങ്ങളെല്ലാം അടുത്തടുത്തായിരിക്കുന്നത് കേട്ടോ ബിനോ. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ എല്ലാം വേഗം വരുന്നത്. അടുത്തല്ലാത്ത ഭാഗ്യമല്ല ബിനോ ഇപ്പൊ എന്നെ കൈകാര്യം ചെയ്തേനെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. ഈസി ക്വസ്റ്റ്യൻ ആണ്. ECI യുടെ ഫുൾ ഫോം. ECI. നമ്മുടെ ജവാൻ ഇങ്ങനെ ഭയങ്കര ഫോമിലാണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എന്തും അതിന്റെ ആദ്യത്തെ അവസാനത്തെയും വാക്ക് അദ്ദേഹമാണ്. അങ്ങനെ വൈശാഖ് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ECI. ECI in relation to election. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയാൽ എല്ലാവരും പടപടാന്ന് ഉത്തരം എഴുതുന്നത്. പക്ഷെ ആദ്യം വരുന്നവർക്കേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു വിഷയം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഞാൻ ECI ഇംഗ്ലീഷ്. ഓക്കെ, ബിനോയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ മാർക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത് മലയാളം പരിപാടി ആയതുകൊണ്ട് മലയാളത്തിൽ വേണ്ട എഴുതാൻ. ബാക്കി ആർക്കെങ്കിലും അത് അറിയാവോ? എന്നാ പറഞ്ഞേ, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ മാർക്ക് കൊടുക്കേണ്ടതാണ് ബിനോയ്ക്ക്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മാർക്ക് അടിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ജവാനാണ് ആദ്യം, വൈശാഖ്, പിന്നെ അനില മേലവീട്, പവി 2-മത്, അനില മേലവീട് 3-മതുമാണെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ 3 പേർക്ക്, അതെ പവി 2-മത്, 3 പേർക്കാണ് അതിന്റെ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കലാദേവി, രമ ഉണ്ണി, അശ്വതി, ബിനോ മാത്യു, ബിന്ദു എസ് നായർ, എല്ലാവരും, പുഷ്പവേണി, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ECI ഇലക്ഷൻ കമ്മീഷൻ ഇൻചാർജ്.
അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഇൻചാർജ് എന്നൊരു ഒരു അതല്ല അതിന്റെ ECI എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ, ഇൻചാർജ് അല്ല. അങ്ങനെ ഇൻചാർജ് ആയിട്ട് കൊടുക്കുവോ? കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ അല്ലേ? അതെ അതെ, ബിനോയ്ക്ക് മനസ്സിലായി. അല്ല പിന്നെ മലയാളമാണെങ്കിൽ മലയാളം വേണമില്ല അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണീർ തടാകം അല്ല കേട്ടോ, സോറി, അതല്ല. എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, നോക്കട്ടെ. കാണാക്കയങ്ങൾ കേട്ടെടുത്താണ്. കാണാക്കയങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. കേട്ടെടുത്താണ്. കാണാക്കയങ്ങൾ. കാണാക്കയങ്ങൾ. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ടാണ് എഴുതുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ട്വിസ്റ്റ് അതിൻ്റെ അകത്തില്ലായിരുന്നു. ഓക്കെ, ജയശ്രീ, വൈശാഖ്, അശ്വതി. കാണാക്കയങ്ങൾ, അശ്വതി. ഓക്കെ, കാണാക്കയങ്ങൾ. നമ്മളിപ്പം മിക്കവാറും ഈ ബ്ലോഗ് നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ്, ഈ ഇരട്ടിപ്പ് മിക്കവാറും എല്ലാവരും അങ്ങ് ഉപേക്ഷിക്കും. കാണാക്കയങ്ങൾ, ചാണിക്കയങ്ങൾ കലാദേവി എഴുതുന്നു. കാണാക്കയങ്ങൾ എഴുതിയവരെല്ലാം അത് കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചിലരത് പിന്നെ സിംഗിൾ കായ എഴുതും. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് നമ്മുടെ എഴുത്തുകൾക്ക് ഇപ്പം. അപ്പൊ അതുകൊണ്ട് അത് സിമ്പിളായി പോയെന്ന് അശ്വതി അച്ചുകുഞ്ഞൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായി പോയി. പക്ഷെ ഈ സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ നമ്മൾ തെറ്റുകൾ വരുത്താറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഒരു വാക്കും കൂടെ പറയുകയാണെ. ആ വാക്ക് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. കാരണം നമ്മളത് തെറ്റിച്ചെഴുതാറുണ്ടേ. സായുജ്യം. കീബോർഡ് തെറ്റിക്കുന്നു. ഓക്കെ, അതെ, കീബോർഡാണ് ഇതിൻ്റെ അകത്തെ വില്ലൻ. നമ്മളതിന് എന്നിട്ട് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ കാണുന്നത്. ഓക്കെ, അടുത്തത് സായുജ്യം. അല്ല പിന്നെ ഈ ബിനോ ഇടയ്ക്കിടയ്ക്ക് അല്ല പിന്നെ എന്ന് പറയുന്നുണ്ടല്ലോ. അതാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതാണോ? അതോ ഇത് നേരത്തെയാണോ? അല്ല പിന്നെ ദ്വിത്വസന്ധി. അത് തന്നെ, ദ്വിത്വസന്ധി. അതാരും അത്ര അങ്ങ് മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു സായുജ്യം. ഓക്കെ, ആ വാക്ക് മലയാളത്തിൽ എഴുതണം പുഷ്പ. സായുജ്യം. എല്ലാരും തെറ്റിച്ചെഴുതുന്നേ. അതല്ല ആ വാക്ക് യെസ് ഉത്തരം വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. സായുജ്യം എന്നാണ്. ബിനോ ആണ് അത് കറക്റ്റ് എഴുതിയിരിക്കുന്നത്. ജയശ്രീ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബിന്ദുവസ് നായരും തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബിനോ മാത്രമേ അത് കറക്റ്റ് എഴുതിയിട്ടുള്ളൂ കേട്ടോ. സായുജ്യം എന്നുള്ളതല്ല വാക്ക്. കൃത്യമായിട്ടുള്ള വാക്ക് സായുജ്യം എന്നാണ്. അതിന്റെ പിന്നിലെ അതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ ബിനോ? ഞാനത് എന്താണെന്ന് എനിക്ക് ടീച്ചർ പറഞ്ഞു തന്നതേ ഓർമ്മയുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ടാണ് സായുജ്യം എന്നായതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സായുജ്യം എന്ന് എഴുതും, പക്ഷെ അത് കറക്റ്റ് സായുജ്യം എന്നാണെന്ന് പറഞ്ഞു തന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ വേറൊരു വാക്ക്, അതായത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തന്നാണ് ഇത്. വേറൊരു വാക്ക് ടീച്ചർ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. നമ്മളെല്ലാം പ്രാസംഗികൻ എന്ന് പറയും, പക്ഷെ അതിന്റെ കറക്റ്റ് വാക്ക് പ്രസംഗകൻ എന്നാണ്. പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗി എന്നാണ് അർത്ഥം എന്നാണ് അന്ന് ടീച്ചർ പറഞ്ഞു തന്നത്. അതങ്ങനെയാണോ ബിനോ?
അല്ലെങ്കിൽ ആർക്കെങ്കിലും അതറിയാവോ? പ്രസംഗകൻ എന്നുള്ളതാണ് കറക്റ്റ് വാക്ക്, പ്രാസംഗികൻ അല്ല എന്ന്. ആരെങ്കിലും എഴുതിക്കേ. ഇതിപ്പോ ബിനോ മാത്രമേ സായുജ്യം എന്ന് എഴുതിയിട്ടുള്ളൂ. ആരെങ്കിലും എഴുത്. സായുജ്യം എന്ന പേരിൽ ജയന്റെ ഒരു സിനിമയുണ്ട്, അത് ശരിയാ, അതിൽ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, അത് കറക്റ്റ് ആണ്, പക്ഷെ അത് തെറ്റാ. സായുജ്യം എന്നാണ്, സായുജ്യം. ഓക്കെ, ബിന്ദു എസ് നായർ ശരിയാക്കി എഴുതി. ഞാനൊരു ടീച്ചറുടെ മകനാണ്, ഞാനൊരു ടീച്ചറുടെ ശിഷ്യയാണ് ബിനോ. മകളല്ലെങ്കിലും ശിഷ്യയാണ്, പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു, അതുകൊണ്ടാണ്. പ്രസംഗകൻ, അതാണ് ബിനോ, ശരിയാ, കറക്റ്റ്. അപ്പം ഒരാളും കൂടെ, ബിന്ദുവും കൂടെ എഴുതിയുള്ളല്ലോ, ഒരാളും കൂടെ എഴുതുന്നേ. സായുജ്യം എന്ന്, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്, സായുജ്യം. രമ, ഓക്കെ, രമ. അങ്ങനെ രമയും ബിന്ദുവും പുതുതായിട്ട് ഇതിൽ കയറി. നമ്മുടെ ലൈവിന്റെ സമയവും കഴിഞ്ഞു, നിർത്തുവല്ലേ? പ്രാസംഗികൻ, വിളിക്കാതെ വന്നവെന്നാണോ? ഓക്കെ, ഞാനോർത്ത് അധിക പ്രസംഗി എന്നാണ്, ആണ് അതിന്റെ അർത്ഥം. അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. അപ്പൊ നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമല്ലേ? അതോ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ വേണോ? ഒരു ക്വസ്റ്റ്യനും കൂടെ വേണോ? എന്നാൽ ഞാനും സായുജ്യം. തെറ്റിപ്പോയി, അല്ല, ലേറ്റായി പോയി അശ്വതി. രമയും ബിന്ദു അതിനു മുമ്പ് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പം സ്കോർ ബോർഡിലെ സ്കോറുകൾ ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ നിങ്ങൾ പറയുക, അന്നേരത്തേന് ഞാൻ സ്കോർ വായിക്കാം. ശ്രീദേവി 2, 3, 3, 3, 6, 2, 8 പോയിന്റ് ശ്രീദേവിക്ക്. ഹരിപുള്ളൂർ 3 പോയിന്റ്. പവിത്ര 3 പോയിന്റ്. ജസ്ന 5 പോയിന്റ്. ജയശ്രീ 3, 2, 5, 3, 8 പോയിന്റ്. അശ്വതി 3 പോയിന്റ്. അനില മേലെ വീട് 3, 7 പോയിന്റ്. വൈശാഖ് 4, 3, 7 പോയിന്റ്. ഭയങ്കര മത്സരമായിരുന്നു ഇന്ന്. കലാദേവി 3 പോയിന്റ്, അല്ല, കലാദേവി 2 പോയിന്റ്. ബിനോ 2 പോയിന്റ്. ബിന്ദു 1, രമ 1. ഓക്കെ. എം കൃഷ്ണൻ നായർ വക അർത്ഥം. ഓക്കെ ഓക്കെ. 1-2 കൂടി, 1-2 കൂടി എന്ന് പറയുമ്പോൾ എന്നാ ഞാൻ വോട്ടർ റിലേറ്റഡ് ചോദിക്കാമേ. ഓക്കെ, നമ്മളെല്ലാം വെള്ളം കുടിപ്പിച്ച, പ്രത്യേകിച്ച് എന്നെയൊക്കെ ഒത്തിരി വെള്ളം കുടിപ്പിച്ച ഒരു പാർട്ടിയാണ് BLO. BLO അതിന്റെ ഫുൾ ഫോം. സന്തോഷമായി രമണി, അതെ, സ്കോർ ബോർഡിൽ കയറിയല്ലോ ബിന്ദു. അതെ ബിന്ദു, ഇത് വേഗം എഴുതിക്കോ, BLO. ഓക്കെ, BLO. ഉത്തരങ്ങൾ വരുന്നുണ്ട്. 2 ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത്, അതിലൊന്നാണ് കറക്റ്റ്. ഏതാണെന്ന് ഞാൻ പറയല. BLO. ഓക്കെ. ഓക്കെ, ഇത് ബൂത്ത് ലെവൽ ഓഫീസർ ആണ് കേട്ടോ, BLO. ബൂത്ത് ലെവൽ ഓഫീസ് അല്ല, അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല രമ. ബൂത്ത് ലെവൽ ഓഫീസർ ആണ്, അതുകൊണ്ട് ഞാൻ രമയ്ക്ക് മാർക്ക് തരുന്നില്ല കേട്ടോ. ബൂത്ത് ലെവൽ ഓഫീസർ ആണ് BLO. കാരണം എല്ലാവരും നമ്മുടെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ബൂത്ത് ലെവൽ ഓഫീസറെ, BLO ആയിരുന്നു ഏൽപ്പിക്കേണ്ടത്. അപ്പൊ അത് ഓഫീസല്ല, ഓഫീസർ ആയിരുന്നു. അപ്പൊ അതിന് ആൻസേഴ്സ് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അനില അല്ല, അതെ, അനില. പിന്നെ പറഞ്ഞത് കലാദേവി, ബിനോ, ഇങ്ങനെ 3 പേരാണ് പറഞ്ഞത് കേട്ടോ. ബൂത്ത് ലെവൽ അല്ല, ബിന്ദു അല്ലേ പറഞ്ഞതൊന്ന് നോക്കട്ടെ. പവി ബ്ലോക്ക് ലെവൽ അല്ല, ബൂത്ത് ലെവലാണ്, അതുകൊണ്ട് പവിക്ക് ഇല്ല കേട്ടോ. അനില, ബിനോ,
ബിന്ദു ബിന്ദു എന്ന് പറയണം. അനില, ബിനോ, ബിന്ദു. ഓക്കെ, അതെ അതെ. ബിന്ദുവിനൊന്ന്, ബിനോയ്ക്കൊന്ന്, അനിലയ്ക്കൊന്ന്, അങ്ങനെയാണ് മാർക്ക്. ഓക്കെ, ലെവല് തെറ്റിപ്പോയി. അതെ അതെ, ലെവലില്ലാതെ പോയി, അതുകൊണ്ടാണ് പുഷ്പേ. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ വേണം അല്ലേ? അപ്പം നമ്മളൊരു ചോദ്യം ചോദിക്കാം അല്ലേ? ഞാനിപ്പോൾ ഒരു ചോദ്യം ഓർത്തിട്ട് മറന്നുപോയി. ഓക്കെ, വിശ്വം കാക്കുന്ന നാഥ നായക, അവിടെയാണ് ഡാഷ്. വിശ്വം കാക്കുന്ന നാഥ ലാലാല നായക, ആത്മാവിലൊന്ന് തീയണയ്ക്കൂ. എനിക്ക് പാടാൻ വയ്യ, പാടിയിട്ട് ശരിയാകുന്നുമില്ല. പക്ഷെ ഇതാണ് വിശ്വം കാക്കുന്ന നാഥ ഡാഷ് നായക, ആത്മാവിൽ ഉയരുന്ന തീ അണയ്ക്കൂ, നിന്നാത്മചൈതന്യം നൽകൂ. വിശ്വം കാക്കുന്ന നാഥ. ജയറാമിൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അല്ലേ? ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, വിശ്വൈക നായക എന്നാണ്. എല്ലാവരും അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വിശ്വൈക നായക എന്ന്. പക്ഷെ അതിൻ്റെ അകത്ത് നോക്കിയേ, അക്ഷരത്തെറ്റ് കേട്ടോ. അതായത് നമ്മൾ ഈ പറഞ്ഞെഴുതിപ്പിക്കുമ്പം വിശ്വ ക എന്നാണ് വരുന്നത്. പക്ഷെ വിശ്വൈക എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന പവി എഴുതിയിട്ടുണ്ട്. ബിനോ വിശ്വൈശ എന്ന് എഴുതിയത്, പക്ഷെ അതിന് ഞാൻ മാർക്ക് തരുന്നു. അനില വിശ്വൈക എന്ന് എഴുതിയതിൽ അതാണ് അതിൻ്റെ അക്ഷരത്തെറ്റുകൾ കാര്യമാക്കുന്നില്ല കേട്ടോ. എല്ലാവരും വിശ്വൈക നായക. ഇതേ രമ ഉണ്ണി വിശ്വൈക നായക എന്ന് കൃത്യമായിട്ട് എഴുതി. ബിനോ മാത്യു വീണ്ടും എഴുതി. ഓക്കെ, ബിന്ദു വിശ്വൈക നായക. നമ്മളെ ആപ്പിൽ ചില പരിമിതികളുണ്ട്. അതെ 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 അതെ, നമ്മൾ എയെ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ അല്ലേ? വിശ്വനേഹിക നായക ഇല്ല, വിശ്വൈക നായക എന്നാണ് കേട്ടോ. അപ്പൊ അതിന് മാർക്ക് കിട്ടിയിരിക്കുന്നത് അനില, വൈശാഖ്, ബിനോ എന്നിവർക്കാണ്. അപ്പം ഫൈനൽ മാർക്ക് വരുമ്പം അനിലയ്ക്ക് 9 മാർക്ക്, വൈശാഖിന് 8 മാർക്ക്, ബിനോയ്ക്ക് 4 മാർക്ക്. ഓക്കെ, അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മായ്ച്ചിട്ട് പുതുത് എഴുതി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരുന്നു. യെസ്, അതാണ് എല്ലാവരുടെയും ഒരു വിഷയം. അപ്പം നമ്മൾ നമ്മുടെ ലൈവ് ക്വിസിന്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. വിജയികളെ അറിയണ്ടേ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തംസപ്പ് ഇട്ടോളൂ, അല്ലെങ്കിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്കിത് അനൗൺസ് ചെയ്യാനുള്ള ഒരു ത്രില്ല് വരുവുള്ളൂ. ഞാൻ എഴുതിയത് രമ എഴുതിയത് പിന്നെ ആയിരിക്കും എനിക്ക് കിട്ടിയത്. അതെ, രമ പുഷ്പയ്ക്കും താഴെയാണ് കേട്ടോ. പവിത്ര, എനിക്ക് ആദ്യം വന്നിരിക്കുന്നത് അനില അല്ല, വൈശാഖ്, അനില, പവിത്ര. ഞാനെങ്ങനെയാ ബിനോയ്ക്ക് കൊടുത്തത്? അനില, വൈശാഖ്. ബിനോ മായിച്ചു കളഞ്ഞു. ബിനോ ആണോ പവിത്രയാണോ മൂന്നാമതെന്ന് എന്നോടൊന്ന് പറയാവോ? വിശ്വൈക നായക. ഇപ്പൊ എനിക്ക് നോക്കിയിട്ട് അനിലയും വൈശാഖും പവിത്രയാണ് 3 പേര്. പക്ഷെ ഞാൻ ബിനോയ്ക്ക് മാർക്ക് കൊടുത്തു. ഹായ് റംസി, തീരുവാ, അന്നേരം എത്തിയല്ലോ, ഇപ്പോഴായെത്തിയത്. ആരാ മൂന്നാമത്തേതെന്നൊന്ന് പറയാവോ? മലയാളം എന്നെ കൊണ്ട് പറ്റൂല സാറിനെ വെറുതെ വിടണം. ഞാൻ എഴുതിയത് രമയല്ല കേട്ടോ, ഒന്നെങ്കിൽ പവി അല്ലെങ്കിൽ ബിനോ. അതാരാന്നൊന്ന് പറഞ്ഞു തരാമോ? ജയശ്രീ അല്ലെങ്കിൽ പവി? ഞാൻ ബിനോയ്ക്കാണ് മാർക്ക് കൊടുത്തത്, പക്ഷെ അതിപ്പോ കാണുന്നില്ല. ബിനോ മായിച്ചെന്ന് പറയുന്നതുകൊണ്ട്. വൈശാഖ്, അനില, പവിത്ര. ഓക്കെ, കണ്ടോ റംസി, മോശമായി പോയില്ലേ? അപ്പൊ ബിനോയുടെ കാണുന്നില്ലാത്തത് കൊണ്ട് ഞാൻ വെട്ടി തെറ്റിയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പവിക്കാണ് കേട്ടോ മാർക്ക്. അപ്പം ബിനോയ്ക്ക് 3 മാർക്ക് ടോട്ടല്, പവിക്ക് 1, 2, 3, പവിക്ക് 4 മാർക്ക്. ഓക്കെ, അപ്പൊ സ്കോർ ബോർഡില്
9 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നമ്മുടെ മിടുമിടുക്കിയായ അനില. വിനോയുടെ ഇപ്പൊ കാണുന്നില്ല, ശരിയാ. പവി 3-ാമത്തേത്. യെസ്, ഞാൻ മായിച്ചു. അങ്ങനെ മായ്ക്കാനൊക്കെ പറ്റുമല്ലേ? വൈശാഖ് അനില ഞാൻ. യെസ്, പവിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ 9 പോയിന്റുമായി നമ്മുടെ അനില മേലേവീടാണ് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. കൊടുക്കൈ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനത്ത് 8 പോയിന്റുമായി ഭയങ്കര ഘോരഘോരമായിട്ടുള്ള മത്സരമായിരുന്നു കേട്ടോ. 3 പേരാണ് 2-ാം സ്ഥാനം പങ്കുവയ്ക്കുന്നത്. ശ്രീദേവി നമ്പ്യാർ, ജയശ്രീ ആൻഡ് വൈശാഖ്. എന്നാ മാതിരി. ഓക്കെ, അപ്പം 3 പേരുണ്ട്. ശ്രീദേവി, ജയശ്രീ, വൈശാഖ് എന്നിവർ 2-ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നു. അവിടെ ഇനി കടിപിടി കൂട്ടിയേക്കരുത് കേട്ടോ. അനില മേലേവീടിന് അഭിനന്ദനങ്ങൾ. യെസ്, ഓക്കെ. ഇനി 3-ാം സ്ഥാനം 2-ാം സ്ഥാനം സാർക്കീജി. അതെ, 1 ആർക്ക് വേണം അല്ലേ? 2 ഉള്ളപ്പം. ഇനിയിപ്പം 3-ാം സ്ഥാനം 7 പോയിന്റുമായി അവിടെ ഉണ്ട് കേട്ടോ. കടിപിടി ഇല്ല. ആ 7 മാർക്കുകാർ മുന്നോട്ട് കയറി. പിന്നെ ഉള്ളത് 5 മാർക്കുമായി ജസ്ന. ജസ്നയുണ്ടോ? ജസ്ന ജോസ് ആണ്. ജസ്ന ജോസിനാണ് 3-ാം സ്ഥാനം, 5 പോയിന്റ് കേട്ടോ. അപ്പൊ എല്ലാരും അടിപൊളി മത്സരമായിരുന്നു. നല്ല ഒരു ലൈവായിരുന്നു. ഇന്ന് അജിത് രാജ് ഇല്ല. അതെ, അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇന്ന് അജിത്ത് ഇല്ല, റംസി ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കും. അല്ല, നിങ്ങളുടെ കടിപിടി കാണായിരുന്നു. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ് ഓൾ വിന്നേഴ്സ് ആൻഡ് ഓൾ ദി പാർട്ടിസിപ്പൻസ്. എല്ലാരും കൂടെ ചേരുമ്പോൾ നമ്മുടെ വിജയമല്ലല്ലോ നമുക്ക് ഒരു വലിയ കാര്യം. നമ്മുടെ ഈ നല്ല ഒരു സമയം, നമ്മുടെ നല്ല ഒരു മണിക്കൂർ. അപ്പൊ ഇന്നത്തെ ലൈവ്ലി ആക്കി എല്ലാവർക്കും നന്ദി. സ്ഥാനമോഹികളല്ലാത്ത ഞങ്ങൾ പാവങ്ങൾ എന്ന് പവി. അതെ. എന്തായാലും മലയാളം വെച്ച് അമ്മാനം ആടുന്നവരല്ലേ നമ്മൾ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഫലം പോകും. അതെ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ലൈവിൽ മറുപടിയും സന്ധിക്കും വരെ ദിസ് ഈസ് സിൽവി സൈനിങ് ഓഫ്. ബൈ. Ta-da!